എമ്പുരാനേ, എമ്പുരാനേ. സോറി, എനിക്ക് ഇൻട്രോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ വെറുപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഞാനൊരു സാധാരണ എല്ലാവരെ പോലെ ഒരു നോർമൽ ഒരു പ്രേക്ഷകയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കും ഞാൻ പറയുന്ന റിവ്യൂ കേട്ടോ. എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല സിനിമയെക്കുറിച്ച്. ഞാൻ കണ്ടിട്ട് എനിക്കെന്ത് തോന്നി, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഇപ്പോൾ അറിയാലോ, എമ്പുരാനെ ചുറ്റിപ്പറ്റി ഒരു വിവാദമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് എൻ്റെ അഭിപ്രായം, എനിക്കതാ തോന്നുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ അതും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പറയേണ്ടത് ആരാ, നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയാം. എമ്പുരാനിലെ ലാലേട്ടൻ. ലാലേട്ടൻ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ആദ്യം തന്നെ പറയട്ടെ, സ്പോയിലറൊന്നും ഇല്ല കേട്ടോ. സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ ബോംബിട്ട് ഓരോ എന്താ പറയുക മാസ് കാണിച്ചിട്ട് പോകും. അതാണ് ലാലേട്ടൻ്റെ ഇതിനകത്ത് ഒരു ഇത്. അതുകൊണ്ടാണ് തോന്നുന്നു, എനിക്കറിയില്ല. കുറേ പേരൊക്കെ ചിലരൊന്നും പ്രതീക്ഷ അത്ര പോരാ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ലാലേട്ടൻ്റെ വക ഒരുപാട് എന്താ പറയുക ഭയങ്കര ഡയലോഗും മാസ് ഡയലോഗും കാര്യങ്ങളും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. പക്ഷെ പുള്ളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് വന്നുള്ള ഒരു മാസ് കാണിക്കലുണ്ട്. എന്താ നമ്മുടെ BGM ഒക്കെ ഇട്ടുള്ള ഒരു സ്ലോ മോഷൻ കാര്യങ്ങളും മാസ്, പക്ക മാസായിട്ടുള്ള കാര്യങ്ങൾ. ഓ മൈ ഗോഡ്, സോറി, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നു. പക്ക മാസായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലാലേട്ടൻ്റെ ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഒരു എന്താണ് ഫാഷൻ പരീഡ് ആയിരുന്നു കേട്ടോ. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല, പോസിറ്റീവായിട്ട് പറയുന്നതാണ്. ഓരോ തവണ വരുമ്പോഴും ഓരോ ഗെറ്റപ്പും ഓരോ ലുക്കും പ്രത്യേക ഭംഗിയും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ കന്നഡ സിനിമകളിൽ ഇതുപോലത്തുള്ള പാൻ ഇന്ത്യൻ മൂവീസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അത്രയ്ക്ക് ഇതായിട്ട് എന്നാലും ഒരു ഇതായിട്ട് അത്രയ്ക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി അതുപോലുള്ള മാസ് കാര്യങ്ങൾ നമ്മൾ അതർ സൗത്ത് ഇന്ത്യൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ മാസും കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് വന്നുള്ള ചെറിയ തീപ്പൊരി ഡയലോഗ്സൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ സൂപ്പർ ഇൻട്രോ ആയിരുന്നു കേട്ടോ അത്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഏതോ ഒരു OTT ആയിട്ടുള്ള എന്തോ ചർച്ചയ്ക്കിടയിൽ ഈ സ്റ്റോറി നരേഷൻ ചെയ്തപ്പോൾ ഏതോ ഒരു ഭാഗം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പോസിബിൾ അല്ല, ഇത് എടുക്കാനേ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു എന്ന്. അപ്പം പൃഥ്വിരാജ് എന്നിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഞാൻ ആ സീൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ആ ഭാഗം, ലാലേട്ടൻ്റെ ഇൻട്രോൻ്റെ ആ ഭാഗമാണോ ആ സീൻ, എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാട്ടോ. ആ സീനാണോ അത് എന്ന് തോന്നുന്നു. അല്ലാതെ വേറെ ഫസ്റ്റ് ഹാഫിൽ അതുപോലെ ഉള്ള സീനുകളൊന്നും ഞാൻ കണ്ടില്ല, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ലാലേട്ടൻ കഴിഞ്ഞു. ലാലേട്ടൻ പക്ക മാസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇനി അടുത്ത പൃഥ്വിരാജ്. ഫസ്റ്റ് പാർട്ടിൽ പുള്ളിക്ക് അധികം സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ പുള്ളിയുടെ ഹിസ്റ്ററി, ജീവചരിത്രം ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ പോലെ തന്നെ എന്താണ് BGM ഇട്ടുള്ള സ്ലോ മോഷൻ നടത്തവും കാര്യങ്ങളും മാസ് കാണിക്കലും പൃഥ്വിരാജിൻ്റെ വകയുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് എന്താ തുടക്കത്തിൽ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോണ്ടല്ലോ, ആദ്യം നോക്കുമ്പോൾ നമ്മൾ ഇത് മാറിക്കേറിയോ സിനിമ എന്ന് തോന്നിപ്പോവും. കാരണം ഇൻ്റർനാഷണൽ ലെവൽ ആ ഒരു ഇതിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് സിനിമ. പിന്നെ കൂടുതലും ഇംഗ്ലീഷ് ഡയലോഗ്സും ഹിന്ദി ഡയലോഗ്സൊക്കെയാണ്. അപ്പോൾ അത് ചിലവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇംഗ്ലീഷ് അങ്ങനത്തെ സിനിമകളൊന്നും കാണാത്തവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ. പക്ഷെ ഇപ്പം എല്ലാവരും അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് മനസ്സിലാവും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് വേറെ സിനിമയാണല്ലോ ഇത്. ഏതോ ഒരു ഹിന്ദി സിനിമയോ ഇൻ്റർനാഷണൽ സിനിമയോ എന്തോ കാണുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് നമ്മുടെ എന്താണ് നെടുമ്പള്ളിയിലേക്ക് വരുമ്പോൾ ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ വന്നു പോകുമ്പോൾ ലൂസിഫർ 2 എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. പൃഥ്വിരാജിൻ്റെ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നാവോ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും മേക്കിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അതത്രയും. പിന്നെ ആരാ പറയണേ, പിന്നെ മഞ്ജു ചേച്ചി. മഞ്ജു വാര്യരുടെ നമ്മുടെ ഇൻ്റർനാഷണൽ മാസ് കാണിക്കാൻ നമ്മുടെ ലാലേട്ടനുണ്ട്. നെടുമ്പള്ളിയിൽ മാസ് കാണിക്കാൻ നമ്മുടെ മഞ്ജു വാര്യറുണ്ട് കേട്ടോ. മഞ്ജു വാര്യരുടെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് മോളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ശരിക്കും എന്താ പറയുക,
നെടുമ്പള്ളിയിലെ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. കൂടുതലും ഈ ഇന്റർനാഷണൽ മാസുകളാണ് കാണിക്കുന്നത്. നെടുമ്പള്ളിയിലെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൽ കൂടുതലും എടുത്ത് ഒന്ന് പറയാവുന്നത് നമ്മുടെ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് ആണ്. ചില സീനുകളൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക, രോമാഞ്ചം വരുന്ന ടൈപ്പ് പോലുള്ള സീനുകളുണ്ട് മഞ്ജു വാര്യരുടെ വക. അതൊക്കെ അടിപൊളിയായിരുന്നു ശരിക്കും. ഫസ്റ്റ് പാർട്ടിൽ മഞ്ജു വാര്യരുടെ വീക്ക് പോർഷനാണല്ലോ നമ്മളെ കാണിച്ചത്. പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ പുലിയായിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ജു വാര്യരുടെ പെർഫോമൻസും ആ സീനുകളൊക്കെ. ടോവിനോന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോവിനോ ഫസ്റ്റ് പാർട്ടിൽ പുലി പോലെയാണ് വന്നത്. പക്ഷേ ഈ പാട്ടിൽ എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി. ആ ഒരു ക്യാരക്ടർ വീക്കായിപ്പോയി. ഭയങ്കര ഒരു അയ്യോ ഇത്ര ഉള്ളോ അങ്ങനെയൊക്കെ ഒരു തോന്നിപ്പോയി. അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും. എനിക്കറിയില്ല, എൻ്റെ മാത്രം ആയിരിക്കാം, എനിക്ക് മാത്രം തോന്നിയ കാര്യമായിരിക്കാം. അങ്ങനെ ടൊവിനോന്റെ കാര്യം അങ്ങനെയായി. പിന്നെ എന്തെന്നാ പറയാ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് നോക്കുന്നത്. ആ അതത്രയും പറയാനുള്ളൂ. പിന്നെ ചിലവരെയൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്തിട്ടേക്കുന്ന പോലെ തോന്നി. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ എന്നാലും ചില കഥാപാത്രങ്ങൾ വെറുതെ കൊണ്ടുപോയി ഇട്ടു. വെറുതെ അവരെ കൊണ്ടുപോയി വിളിച്ചു വരുത്തി ഇട്ടേക്കുന്ന പോലെ തോന്നി. ഇവർക്ക് ആ പൈസ സേവ് ചെയ്തൂടായിരുന്നോ? എനിക്ക് തോന്നിപ്പോയി. കാരണം അവർക്ക് അധികം റോൾ അതിനകത്ത് ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ കാണിക്കണേ? ചിലപ്പോൾ തേർഡിലും നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് വേണ്ടി ചിലപ്പോൾ കാണിച്ചു പോകുന്നതായിരിക്കാം. അറിയില്ല അതെങ്ങനെയാണെന്ന്. അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ഡയലോഗ്സും ഇംഗ്ലീഷും ഹിന്ദിയിലുമാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിനു മുമ്പ്. ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെയാണ്. കുറച്ചേ ഉള്ളൂ നമ്മുടെ മലയാളം പോർഷൻസ്. പക്ഷെ നമുക്കറിയാലോ ഇറാഖ് മറ്റേ ഇന്റർനാഷണൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റില്ല. അവിടുത്തെ ആൾക്കാരെന്തായാലും ഇംഗ്ലീഷും അവരുടെ ഭാഷയൊക്കെയല്ലേ സംസാരിക്കുകയുള്ളൂ. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ അണ്ണനൊക്കെ അത്യാവശ്യം നല്ല റോളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പക്കയായിരുന്നു. പിന്നെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷുകാരി ചേച്ചി, അതിൻ്റെ പേര് എനിക്കറിയണ്ട, മിഷേലോ അങ്ങനെ എന്തോ ആണ്. പുള്ളിയുടെ കുറച്ച് പോർഷൻ ഉള്ളെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളിലൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു നല്ല ഓറ ഉണ്ടായിരുന്നു ആ ഒരു ചേച്ചി വന്നപ്പോൾ. ചേച്ചി എന്നൊക്കെ ആ ഒരു പെൺകുട്ടി വന്നപ്പോൾ. ആ പിന്നെന്താ ഉം, ആ പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നിരാശപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിച്ചു പോയ ഒരു സംഭവം ഇതിനകത്ത് അധികം ഇല്ല. അതാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഡ്രാഗണിന്റെ കാര്യം നമുക്ക് L3-യിലായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഡ്രാഗണെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. പിന്നെ കൂടുതലും L3-യിലേക്കാണ്. ലാസ്റ്റ് ആരും എഴുന്നേറ്റ് പോരുത്, L3-യുടെ കുറച്ചൊരു ഭാഗം കാണിക്കുന്നുണ്ട്. L3-യിലേക്ക് നമുക്ക് ലാലേട്ടൻ എങ്ങനെയാണ് സ്റ്റീഫനിൽ നിന്ന് അബ്രാം ഖുറേഷി ആയതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ L3-യിലേക്ക് വരാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ L3-യിൽ നമ്മുടെ ഡ്രാഗണുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ അപ്പോൾ കണ്ടാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ വിവാദങ്ങൾ ഇപ്പോൾ ഈ സിനിമയിൽ ചുറ്റും ഒരു വിവാദം നടക്കുന്നുണ്ട്. ഗുജറാത്തിൽ പണ്ട് നടന്ന ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ഈ ഒരു വിവാദം. നമ്മുടെ എന്താ പറയുക, ഹിന്ദു മുസ്ലിം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു ഗുജറാത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചില വിഭാഗക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. കട്ട് ചെയ്തിട്ടേ ഇനി കാണിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു, ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ഒരുപാട് കൂടി. കാരണം ഒരുപാട് പേർക്ക് കട്ട് ചെയ്യണതിന് മുമ്പ് കാണണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണേണ്ടവരുണ്ടെങ്കിൽ ഇപ്പോഴേ പോയി കാണുക. ചിലപ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും ഇനി കാണിക്കുക. അങ്ങനെ വേണ്ടവർ കാണുക, വേണ്ടാത്തവർ കാണണ്ട. അത് അത്രേ ഉള്ളൂ. അത്രയും കണ്ടാൽ മതി. പിന്നെ എനിക്ക് ഇതിന് പേഴ്സണലി എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കിട്ട് വല്ലതും പറയുമോ എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആരുടെയും മേത്ത് കയറണ്ട. നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണ്ട. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കരുത്, തിരിച്ച് ചോദിക്കണം. അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളും നമ്മൾ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി കുടുംബം നോക്കി കഴിയുക. വേറൊരു കാര്യത്തിനും തലയിടാതിരിക്കുക പരമാവധി. ഇപ്പോൾ എന്താ പറയുക, ഒരു എന്താ പാർട്ടി ആയാലോ മതമായാലോ എന്തായാലും എല്ലാവരും ചീത്തയായിരിക്കില്ല. കുറച്ച് പേരെങ്കിലും നല്ല ആൾക്കാരുണ്ടാവും. കുറച്ച് പേര് ചിലപ്പോൾ മോശപ്പെട്ട ആൾക്കാരായിരിക്കും. അത് എല്ലാത്തിലും ഉണ്ട്. അല്ലാതെ ഒരു ഭാഗക്കാർ മാത്രം നല്ലത്, ഇവര് ചീത്ത, അങ്ങനെയില്ല. എല്ലാത്തിലും മനുഷ്യന്മാരായാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാത്തിലും ചീത്ത ആൾക്കാരും നല്ല ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ കോളേജിൽ ഒരു ഗ്യാങ് ഉണ്ടെന്ന് വെച്ചോ. ആ ഗ്യാങ്ങിൽ ഒരു 10 പേരുണ്ട്. അതിൽ 2, 3 പേര് പോയി ഒരു തല്ലുണ്ടാക്കി. പക്ഷെ എന്താണ്, ആ പ്രശ്നം വരുമ്പോൾ ആ ഗ്യാങ്ങിന് മൊത്തമായിരിക്കും ചീത്തപ്പേര്. ആദ്യം ആ ഗ്യാങ് അങ്ങനത്തെ ആൾക്കാരാ എന്നുള്ള അതുപോലെ തന്നെയാണ്
അതുപോലെ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ളതും മതപരമായിട്ടുള്ള കാര്യങ്ങളിലും നടക്കുന്നത്. നമ്മൾ കൂടുതൽ എന്താ ഒന്നിനും തലയിടാൻ ചെല്ലാതിരിക്കുക. നമ്മളായിട്ട് ആരും ഉപദ്രവിക്കാതിരിക്കുക. അതിപ്പോ ഇന്ന ആളാണ്, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, എങ്കിൽ അവൻ പോയി, അവൻ ചീത്ത എന്നുള്ള രീതിയിലല്ലാണ്ട് ആ ഒരു മനുഷ്യൻ നല്ലതാണോ? എങ്കിൽ അവനോട് നല്ല രീതിയിൽ പെരുമാറുക. ആ മനുഷ്യൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? അങ്ങനെയുള്ളവനെ മാറ്റി നിർത്തുക. അത്രയും ചെയ്യുക. ഈ വേറെ രാജ്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഒരാളെ ഇന്ന ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് എന്ന് കരുതി ശത്രുത അത് ഞാൻ ആരെയും സ്പെസിഫൈ ചെയ്ത് പറയണല്ല. ഏതായാലും നിങ്ങൾക്കറിയാലോ എല്ലാ ഗ്രൂപ്പിലും എല്ലാ ആൾക്കാരും നല്ലവരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് ഗ്രൂപ്പായാലോ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയോ ഏതായാലോ അതിനകത്ത് ഒരു പാർട്ടിയിലുള്ളവരെല്ലാം ചീത്ത, ഈ പാർട്ടിയിലെല്ലാം നല്ലത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മിക്സ്ഡ് ആണ്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പലരും പല സ്വഭാവക്കാരുണ്ടാവും. അതുപോലെ കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, കാണണമെങ്കിൽ പോയി കാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം ആ ഒരു മാസ് സീന്, BGM ഇട്ടുള്ള നടത്തം, പിന്നെ എന്താ പറയുക, മേക്കിംഗ് കാര്യങ്ങളിലുള്ള ആ ഒരു സംഭവങ്ങളും അതൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടാലേ അതിനൊരു രസമുള്ളൂ. നമ്മുടെ ഫോണിലിരുന്ന് കാണുന്ന ആ ഒരു ഇതില്ല. പിന്നെ കുറേ പേരുണ്ടാവും തിയേറ്ററിലൊക്കെ വല്ലപ്പോഴും പോയി കാണുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ഈ സിനിമ പോയി കാണുമായിരിക്കും. എന്നാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ മലയാളത്തിലൊക്കെ വരുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സിനിമയാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്കെന്തായാലും മൂവി ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക നിരാശ വരുന്നത്. ഞാൻ ഒരുപാട് പ്രതീക്ഷയൊന്നും അങ്ങനെ വച്ചിരുന്നൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ ഇരുന്ന് റിവ്യൂ ഒന്നും നോക്കി അങ്ങനെയൊന്നും നോക്കാണ്ടൊക്കെയാണ് പോയി കണ്ടത്. ഞാൻ എന്ത് സിനിമയും അങ്ങനെ തന്നെ കാണാറുള്ളൂ. ഒരുപാട് പ്രതീക്ഷയൊന്നും വയ്ക്കാറില്ല. ഞാൻ അങ്ങനെ ഒന്നും അറിയാതെ പോയി കണ്ട സിനിമയാണ് KGF. അത് വെറുതെ പോയി കണ്ട സിനിമയാണ് KGF. അതൊക്കെ പിന്നീട് ഇത്രയും വലിയ സിനിമയാവുന്നൊന്നും അന്ന് അറിഞ്ഞിരുന്നില്ല. അന്നൊക്കെ ഈ ആഷ് എന്നുള്ള ഒരാളുണ്ട് തന്നെ, അതാരാന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ഇയാളാരാണ് ഈ മുടിയൊക്കെ ഇതിങ്ങനെ വളർത്തിയിട്ട് ഒരാൾ എന്നുള്ള രീതിയിലാണ് അത് കണ്ടത് കേട്ടോ. അതങ്ങനെ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. റിവ്യൂ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ തന്നെ. ഓക്കെ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം കിട്ടും ഇതിനകത്ത് കേട്ടോ. ബൈ.